പാതിവില തട്ടിപ്പിൽ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ കെ.എൻ. ആനന്ദകുമാർ കസ്റ്റഡിയിൽ. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. വിജിൻ വായാന്തോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, ഇനിയുള്ള ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ അതേത് രീതിയിലായിരിക്കും? ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അദ്ദേഹത്തെ ഡോക്ടർമാർ ഡിസ്ചാർജ് അനുവദിച്ചാൽ മാത്രമേ ക്രൈംബ്രാഞ്ചിന് അടുത്ത നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ ICUവിലാണ് ചികിത്സയിൽ കഴിയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം ഏത് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ള കാര്യമൊക്കെ പിന്നീടാകും തീരുമാനിക്കുക. നിലവിൽ ആലപ്പുഴയിലെയോ എറണാകുളത്തെയോ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ കേസിൽ പിന്നീടായിരിക്കും. ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസ് ആലപ്പുഴയിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനം എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് കൊച്ചി DSP സോജനാണ് കേസിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹവുമായി കൂടിയാലോചിച്ചായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. 12 മണിയോടുകൂടി തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉടനടി തന്നെ ശാസ്തമംഗലത്തെ വീട്ടിലെത്തി ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. അപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം നേരത്തെയും ചികിത്സ തേടുന്ന ആശുപത്രി കൂടിയാണ് ഈ സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡോക്ടർമാരുടെ കൂടി നിർദ്ദേശത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികളിലേക്ക് നിലവിൽ ക്രൈംബ്രാഞ്ച് നീങ്ങുക. ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് തീരുമാനമെടുക്കും. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലെ കേസുകളിലും ഒപ്പം തന്നെ ഈ അനന്തു കൃഷ്ണനുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ പോലീസിന് കടക്കേണ്ടതുണ്ട്. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും അത്തരം നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.